അതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ദേവപ്രതിഷ്ഠയോട് ആരാധന കൊണ്ടല്ല. സഭാതലങ്ങളിൽ നമ്മുടെ ശബ്ദങ്ങളെ തെരഞ്ഞെടുത്തയക്കുന്ന ആ പ്രക്രിയ അതുണ്ടായ കാലം മുതൽ അങ്ങേയറ്റം ക്രെഡിബിൾ ആയതുകൊണ്ടാണ്, പവിത്രമായി ഡിവൈനായി കാണപ്പെട്ടതുകൊണ്ടാണ് രാജ്യത്തിന്റെ അധികാര സഭകളെ നമ്മൾ ആരാധനയോടെ വിളിക്കുന്നത് സാങ്ക്ടം സാങ്ക്ടോറിയം ഓഫ് ഡെമോക്രസി അഥവാ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ. ആ പവിത്ര പ്രതീകത്തിന് നക്ഷത്ര വെളിച്ചം നഷ്ടപ്പെടുത്തിയ ആരോപണങ്ങൾ, ആ ക്രെഡിബിലിറ്റിയുടെ തിരുനെറ്റിയിൽ തീരാ സംശയത്തിന്റെ കളങ്കച്ചാർത്തുകൾ പല വർഷങ്ങൾ കേൾക്കുന്നതാണെങ്കിലും പോയ 48 മണിക്കൂറുകളിൽ അതൊന്നും കേവല ആരോപണങ്ങളല്ല. ആ മാധ്യമങ്ങളോട് മിണ്ടാൻ മടിക്കാത്ത ഏകപക്ഷീയ റേഡിയോ ബാത്തുകളല്ലാതെ ഏത് ചോദ്യത്തിന് അത്ര മണിക്കൂർ മുട്ടുവറയ്ക്കാതെ മറുപടി പറയാൻ കെൽപ്പുള്ള ഒരുത്തൻ, നാടിന്റെ പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പേപ്പറുകൾ തെളിവടക്കം ആ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് മണിക്കൂറുകൾ 110 കാര്യമായൊന്നും മിണ്ടാതെ പോയി ഓത്തെടുത്തുവാ എന്നൊക്കെ ചട്ടം പറഞ്ഞ് ഒളിക്കലല്ലാതെ ആധികാരിക ആരോപണത്തിന് ആധികാരിക മറുപടി പറയേണ്ട കമ്മീഷൻ കമാന്ന് മിണ്ടിയിട്ടില്ല. ആ എൻ്റർ കീയുടെ ഒറ്റ ക്ലിക്കിൽ 5 മിനിറ്റിൽ ക്ലാരിറ്റിയാണ്. ആ മെഷീൻ റീഡബിൾ രേഖ കൊടുക്കാതെ എന്നാ നീ അങ്ങ് തെളിയിച്ചു കാണിക്കടാ എന്ന പുച്ഛത്തിൽ തള്ളിക്കൊടുത്ത 7 അടി പൊക്കത്തിൽ ടൺ കണക്കിന് പേപ്പറാണ്. 6 മാസം 40 പേർ ബ്രേക്ക് എടുക്കാതെ ഇരുന്ന ഡേറ്റാ മൈനിങ് ആണ്. ആ രേഖകൾ കള്ളമാണെന്ന് പറയാൻ, അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ തൂക്കിക്കളയും മൂക്കിൽ കയറ്റുമെന്ന് വെറുതെ ഒരു കള്ളക്കേസ് എടുക്കാനെങ്കിലും വായിൽ നാക്കുണ്ടോ? മേലാവിലെ തമ്പ്രാക്കളെ, കമ്മീഷൻ സാറന്മാരെ നട്ടല്ലുറപ്പുണ്ടോ? നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് നെറികെട്ട പണിയിലൂടെയാണെന്ന് ഡേറ്റ കിട്ടിയാൽ 15 മിനിറ്റിൽ തെളിയിക്കാം എന്ന നീർക്കുന്നവർ വെല്ലുവിളി ഏറ്റെടുത്ത ഡേറ്റ കൊടുക്കാൻ കരുത്തില്ലെങ്കിൽ, വായിൽ മത്തം കുത്തിയിരിപ്പാണെങ്കിൽ ആ തലതാഴ്ത്തിയിരിപ്പ് മാനക്കേടാണ്, അട്ടർ ഡിസ്ഗ്രേസിന്റെ പരകോടിയാണ്. ഈ മഹാരാജ്യത്തെ നാണം കെടുത്താതെ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. വെളിച്ചം കയറാത്ത കുടുസുമുറിയിലെ 80 വോട്ടർമാർ, വോട്ടർ പട്ടികയിലെ മുഖമില്ലാത്ത ഉടായ്പകൾ, വീട്ടുപേരിന്റെ സ്ഥാനത്ത് ലക്ഷണമൊത്ത വട്ടപൂജ്യങ്ങൾ, അച്ഛന്റെ പേര് HIJK LMNO, ഒറ്റ മണ്ഡലത്തിൽ മാത്രം കയ്യോടെ പിടിച്ച കള്ളങ്ങളാണ്. പോയി ഓത്തെടുക്കുന്ന അവതാ പറയാതെ രാജ്യത്തിന് വേണ്ടത് മറുപടിയാണ്. അല്ലാതെ മറുപടിയില്ലാത്ത വെപ്രാളത്തിൽ വാക്കുവിലക്കാൻ അകത്തിട്ട് കളയുമെന്ന് വിരട്ടാണെങ്കിൽ അധികാരക്കുന്നിലെ കാവിത്തമ്പ്രാക്കളെ നിങ്ങൾക്ക് ആളുമാറിയതാണ്. അന്വേഷണ ഏജൻസികൾ ആഞ്ഞിറങ്ങിയിട്ട് വിറയ്ക്കാത്തവനാണ്. അവന്റെ ഭാഷ ഈ രാജ്യത്തിന്റെ ഹൃദയം തൊട്ട ഭാഷയാണ്. ആയുധം ഈ ചുവന്ന പുസ്തകമാണ്. ആ ഞരമ്പിലെ ചോര പേടി തീണ്ടാത്ത രക്തസാക്ഷി ചോരയാണ്. അല്ലാതെ രാഷ്ട്രീയ പൈതൃകം മാപ്പെഴുത്തിന്റെ പെഡിഗ്രി അല്ല.